ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബോക്സ് ഫുട്ബോൾ. അപ്പോൾ ബിഗ് മാനേജേഴ്സൊക്കെ, അതായത് ബിഗ് ടീം മാനേജേഴ്സൊക്കെ അമോറിമിനോട് ചോദിക്കുകയാണ്, എന്നാലും എൻ്റെ പൊട്ടാ നീ എങ്ങനെ ഇത് സംഭവിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഉള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കാം. കാര്യം ഒരിക്കലും, അതായത് എങ്ങനെയോ എന്തോ ഒന്നും നോക്കണ്ട, ഒരിക്കലും, അതായത് നമ്മൾ തന്നെ 5 കൊല്ലമായി സെൽഹേഴ്സ് പാർക്ക് ജയിച്ചിട്ട്, മാത്രമല്ല ഈ റീസെൻറ്റ് റെക്കോർഡ്സ് മൊത്തം ക്രിസ്റ്റൽ പാലസ് യുണൈറ്റഡിൽ ഒരു മേൽക്കൈ ഉള്ളത് ക്രിസ്റ്റൽ പാലസിനായിരുന്നു. ഒരു ബാലികേറാമലയായിരുന്നു സെൽഹേഴ്സ് പാർക്കും ക്രിസ്റ്റൽ പാലസും. അവിടുന്ന് നമ്മൾ 3 പോയിൻറ്റ്സ് ആയിട്ടാണ് പോകുന്നത്. അതും എവേ പോയി, അതായത് എടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അത് കഴിഞ്ഞ എന്താ പറയുക, എവർട്ടനായിട്ടുള്ള കളിക്ക് ശേഷം, അതിനുശേഷം എവർട്ടനെ 4 ഗോളം കണ്ടോ ആദ്യത്തെ ഹാഫിൽ തന്നെ എനിക്ക് തോന്നുന്നു ന്യൂകാസിൽ അടിച്ചെന്നൊക്കെ തോന്നുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്ക് കട്ട ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു. കാര്യം ആ ന്യൂകാസിൽ 4 കൂടെ അടിച്ചപ്പോഴത്തേക്ക് നമുക്ക് ആ മുറിവിൽ എന്താ പറയുക, ഉപ്പ് തേക്കുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. അത്രയ്ക്ക് ഫ്രസ്ട്രേഷൻ ആയിരുന്നു എനിക്ക്. കാര്യം ഈ ടീമിൻ്റെ കൂടെ 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് ഹോമിൽ പോയി തോറ്റല്ലോ എന്നുള്ള രീതിയിൽ. അപ്പം ക്രിസ്റ്റൽ പാലസുമായിട്ടുള്ള വിൻ എന്ന് പറയുന്നത് അതിനൊരു ആശ്വാസമായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്റ്റൽ പാലസ് അവയും എവർട്ടൺ ഹോമും കാണുമ്പോൾ നമ്മൾ കൂടിപ്പോയൊരു 4 പോയിന്റ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിൽ 3 പോയിന്റ് കിട്ടി. അപ്പം ഇനി അടുത്ത വരാനുള്ള ഫിക്ചേഴ്സ് വെസ്റ്റ് ഹാമും വൂൾസുമാണ്. അപ്പം ഞാൻ ഈയിടെ ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു, മറ്റേ നമ്മൾ കൂടുതൽ ബിഗ് 6 ടീംസിനെയൊക്കെ നമ്മൾ കളിച്ചു, ഇനിയും നമുക്ക് കളികളൊക്കെ കുഞ്ഞു കുഞ്ഞു ടീമുകളുടെ കൂടെയാണെന്നൊക്കെ ഉള്ള രീതി പറയുമ്പോഴും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുഞ്ഞു കുഞ്ഞു ടീമുകളാണ് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഏറ്റവും പാട്. നമുക്ക് എപ്പോഴൊക്കെ പൊസിഷൻ തന്ന് ലോ ബ്ലോക്ക് മിഡ് ബ്ലോക്കൊക്കെ ഇട്ട് കളിക്കുന്ന ടീമുകൾ വന്നിട്ടുണ്ടോ നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്യും. അമോറിമിൻ്റെ കേസിൽ അങ്ങനെ തന്നെയാണ്. അപ്പം അടുത്തത് വെസ്റ്റ് ഹാം വൂൾസ്, രണ്ടും റിലഗേഷൻ ബാറ്റിലിംഗ് ടീംസാണ്, രണ്ടും റിലഗേഷൻ കണ്ടൻറ്റേഴ്സാണ്. എസ്പെഷ്യലി വൂൾസ് ഭയങ്കര മാരക ശോകം ഫോമിലാണ് വൂൾസ്. നമ്മൾ എങ്ങനെയെങ്കിലും ഈ 2 കളിയിൽ നിന്ന് 6 പോയിൻറ്റ്സിൽ കുറവൊന്നും എടുക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 6 പോയിൻറ്റ്സ് കുറവെടുത്താൽ നമുക്ക് നല്ലൊരു അടിയായിരിക്കും. നമ്മളെപ്പോൾ എല്ലാവരും വന്ന് പോയിൻ്റ് അടിച്ചിട്ട് പോകുന്ന 2 ടീമാണ്. അപ്പോൾ ആ 2 കളിയും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ 3 കളി വീണ്ടും വിന്നിങ് സ്ട്രീക്ക് കയറും. ആ വിന്നിങ് സ്ട്രീക്ക് എന്ന് പറഞ്ഞാൽ മുടി വെട്ടിക്കാനല്ല, പക്ഷേ നമ്മുടെ കോൺഫിഡൻസ് കൂടും. നമ്മളുടെ യൂറോപ്യൻ സ്പോർട്സൊക്കെ കുറച്ചുകൂടെ ഫേം ആവും. കാര്യം നമ്മുടെ കൗണ്ടർ പാർട്സിനൊക്കെ കുറച്ച് ടഫ് കളികൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ക്രിസ്റ്റൽ പാലസ് വിജയത്തിലൂടെ നമുക്ക് മുന്നിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ എന്ന് പറയാം. ഇനി കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടർ ശോകം ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ ആലോചിക്കായിരുന്നു, തേഴ്സ്ഡേ യൂറോപ്പ ലീഗ് കഴിഞ്ഞ് വന്ന ഒരു ടീമിനെതിരെ ഒരു ഏകദേശം ഒരു 5-6 ദിവസം റെസ്റ്റ് എടുത്തൊരു ടീം കളിച്ച കളിയല്ല ഇത്. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ ഭയങ്കര പരമശോകം. ഇടയ്ക്ക് വെച്ച് നമ്മൾ ഫസ്റ്റ് ഹാഫ് FC ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ഹൈ ഇൻറ്റൻസിറ്റി കളിച്ച് സെക്കൻഡ് ഹാഫിൽ ഫെയ്ഡ് അവേ ചെയ്യും. ഈ കുറച്ച് കളിയായിട്ട് ഫസ്റ്റ് ഹാഫിൽ ശോകമാണ്, ഭയങ്കര ശോകം കളിയാണ്, ക്ലൂലെസ് ആണ്. അതും എനിക്ക് അമോറിമിൻ്റെ കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിതാപകരമായിരുന്നു. ഫസ്റ്റ് ഹാഫ് അമോറിമിൻ്റെ സെയിം ഫോർമേഷൻ തന്നെയാണ് ഗ്ലാസ്നർ ഉപയോഗിക്കുന്നത്. മിറർ ചെയ്താണ് വെച്ചിരിക്കുന്നത്, മാൻ ടു മാനും മാർക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കാം അതിൽ എന്താണ് അമോറിം ഉദ്ദേശിക്കുന്നതെന്നും ആ സിസ്റ്റം വർക്കാവാൻ കൃത്യം പ്രൊഫൈൽ പ്ലെയേഴ്സ് വേണം എന്നുള്ളതിനും ഒരു വലിയ ഉദാഹരണമാണ് ക്രിസ്റ്റൽ പാലസ്. നിങ്ങൾക്കത് നോക്കാം, അവർ കൃത്യം പ്രൊഫൈൽഡ് പ്ലെയേഴ്സിനെ വെച്ചാണ് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതാണ് 3-4-3 ഏറ്റവും വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് ഫസ്റ്റ് ഹാഫിൽ തോന്നി. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആകെ കുറച്ച് റോറി ഡലാപ്പായിട്ട് ഇങ്ങനെ കുറച്ച് എറിയുന്നു, കസമീർ അടിയാൻ നോക്കുന്നു എന്നുള്ള ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ലെനിയോറോ ആണ് ആ പെനാൽറ്റി കൺസീഡ് ചെയ്തത്. ലെനിയോറോയ്ക്ക് കഴിഞ്ഞ 2 കളി മോശമായിരുന്നു. കഴിഞ്ഞ കളിയിൽ മോശമായിരുന്നു ലെനിയോറോ. പക്ഷേ ലെനിയോറോനെ എല്ലാവരും കുറ്റം പറയുമ്പോഴും ലെനിയോറോയുടെ ഒരു കിടിലം ബ്ലോക്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ഈ എറിമി പിന്നോടാണെന്ന് തോന്നുന്നു. അത് ലാമൻസ് ഒരു ക്രോസ് തട്ടി ഈ പിന്നോടെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അത് ലാമൻസും കവറപ്പ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും യോറോ വാസ് ദ ഫസ്റ്റ് വൺ ടു റിയാക്ട്. അപ്പോൾ യോറോ അത് ബ്ലോക്കൊക്കെ ചെയ്തൊരു, അത് ഉള്ളിലോട്ട് പോകുന്ന ഗോളായിരുന്നു. പക്ഷേ അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ യോറോ വാസ് ബാഡ്. പിന്നെ ഫസ്റ്റ് ഹാഫിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എൻ്റെ അഭിപ്രായത്തിൽ ലൂക്ക് ഷോ ആണ്. ഇതിപ്പോൾ പറയുന്ന ചിലപ്പം ചിലർക്ക് ഇഷ്ടപ്പെടത്തൊന്നുമില്ലായിരിക്കും, പക്ഷേ ലൂക്ക് ഷോ കഴിഞ്ഞ കളി നന്നായിട്ട് കളിച്ചു. പിന്നെ ലൂക്ക് ഷോയ്ക്ക് 90 മിനിറ്റ്സ് കളിക്കുന്ന ഒരു പരിമിതിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ലൂക്ക് ഷോയ്ക്ക് ഒരു 70, 75, 80 മിനിറ്റ്, മാക്സിമം 80 മിനിറ്റ് വരെയൊക്കെ ഞാൻ നോക്കുന്നുള്ളൂ. തിരിച്ച് വലിക്കാത്തത് ആരുടെ പ്രശ്നമാണെന്ന് അറിയില്ല. അത് ലിച്ച മാർട്ടിനസ് വന്നു, ദാറ്റ് ഈസ് ഗുഡ് ടു സീ ഹിം ബാക്ക് ഓൺ പിച്ച്. പക്ഷേ ലൂക്ക് ഷോ ഈസ് ഡൂയിങ് ഡീസൻറ്റ് ദീസ് ഡേയ്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്ക് ഷോനെ കുറ്റം പറയുന്ന രീതിയിലുള്ള, അത്രയ്ക്ക് തെറി വിളിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും ലൂക്ക് ഷോ ഇടുന്നില്ല. ലൂക്ക് ഷോ നന്നായിട്ട് തന്നെ ഇന്നലെ കളിച്ചു. ഇന്നലത്തെ നമ്മുടെ ബെസ്റ്റ് പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ലൂക്ക് ഷോ ആണെന്ന്. ലൂക്ക് ഷോ നന്നായിട്ട് ഫസ്റ്റ് ഹാഫിൽ ആകെ ലൂക്ക് ഷോ മാത്രമേ കളിച്ചുള്ളൂ. നേരെ ഇന്നലെ ഡിലീറ്റിന് ഒരു ചെറിയ രീതിയിലൊരു ഓഫ് ഡേ ആയിരുന്നു. ബാക്ക് 3 ഏറ്റവും നന്നായിട്ട് കളിച്ച് ലൂക്ക് ഷോ ആണ്. പിന്നെ വരുന്നത് ഡാലോ മോശമില്ലാത്ത രീതിയിൽ കളിച്ചു. ഇപ്പം നല്ലത് ചെയ്താൽ നല്ലത് പറയണമല്ലോ. അപ്പം ഡാലോ മോശമില്ലാത്ത രീതിയിൽ ഇന്നലെ കളിച്ചു. പിന്നെ അമാദും എംബോമോയ്ക്ക് എന്താ പറ്റുന്നത് വെച്ചാൽ, എംബോമോ കുറച്ച് സെൽഫിഷ് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. പ്ലസ് അവൻ കുറച്ചുകൂടെ ഹങ്കർ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നല്ലതാണ്. പക്ഷേ ചിലതൊക്കെ പുള്ളി ഷൂട്ട് ചെയ്യുന്നതിന് പകരം അവിടെ ഒരാൾ വേക്കൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും കൊടുക്കുക. പിന്നെ അമാദ് പിന്നെ കുറേ നാളായിട്ട് തന്നെയാണ് പരിപാടി. എല്ലാവർക്കും ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഓഫ് ഗെയിം ആയിരുന്നു. ബ്രൂണോ ആൻഡ് കസമീറോനൊക്കെ, കമാഡ വാർട്ടാനൊക്കെ എന്താ ചുമ്മാ
ചുമ്മാ തീർത്ത് വിടുന്നുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ കളി മാറി. അവർക്ക് ഫറ്റീഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ നന്നായിട്ട് കളിച്ചു. നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്തു. അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിർക്സിയുടെ ഗോൾ ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആക്ച്വലി എവിടുന്നാണ് ഗോൾ വരുന്നതെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മറ്റേ അവർ ഓപ്പൺ പ്ലേ ഗോൾ അടിച്ചിട്ടില്ലെങ്കിലും ഞാൻ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഗോളും പ്രതീക്ഷിക്കുന്നില്ല. എസ്പെഷ്യലി കുഞ്ഞയും സെസ്കോയും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ട് ലൈൻ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിൽ കിടക്കുന്നുണ്ടാവാം. എന്തായാലും ഞാൻ വെറുതെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഇമ്പോസിബിൾ ആംഗിളിൽ നിന്നൊക്കെ അടിച്ച് കയറ്റിയിരിക്കും സിക്സ്. ഒരു രക്ഷയില്ലാത്ത ക്ലാസ് ഗോൾ സിക്സി. കുറേ നാൾക്ക് ശേഷം നമുക്ക് ഇത് കാണാൻ പറ്റി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സിക്സിക്ക് മിനിറ്റ്സ് കിട്ടാത്തതിൻ്റെ പ്രശ്നം ഒരുപാടുണ്ട്. സ്റ്റിൽ ഹീസ് റസ്റ്റി. അതിപ്പോൾ മൗണ്ടിൻ്റെ കാര്യത്തിലായാലും അവരൊക്കെ കുറച്ച് റസ്റ്റിയാണ്. അത് മെയിനൂനും ഇതൊക്കെ ഇവിടെ പ്രശ്നമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവർ പോകില്ല, എംബൂമയും അമാദും പോകുമ്പോഴത്തേക്കും ആഫ്കോണിൻ്റെ സമയത്ത് ഇവരെയൊക്കെ തന്നെ നമ്പാൻ പറ്റും. ഇപ്പോൾ ജനുവരിയിൽ സിർസയെ കൊടുക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു, പക്ഷേ കൊടുത്തില്ലെങ്കിൽ സിർസയൊക്കെ ഉള്ളൂ. അപ്പം ഇവർക്ക് മിനിറ്റ്സ് മാനേജ് ചെയ്ത് ഇവർക്കും കൂടെ ഒരു മാച്ച് ഫിറ്റ് ആക്കി എടുക്കണം ഇനിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. സിർസയെ ഇനി സ്റ്റാർട്ട് ചെയ്യണം. കാര്യം ഒരു ഗോളൊക്കെ അടിച്ച് നമ്മളെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. മേ ബി അവന് കുറച്ചുകൂടെ മിനിറ്റ്സ് കിട്ടിയാൽ ബെറ്റർ ആവും. നല്ല രീതിയിൽ ബോൾ കൺട്രോൾ ഉള്ളൊരു പ്ലെയറാണ് സിർസി. പക്ഷേ അവൻ്റെ ബോൾ കൺട്രോൾ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നില്ല. ചിലതൊക്കെ അവൻ്റെ കാലിലൊക്കെ തട്ടി തെറിച്ചൊക്കെ പോകുന്നു. ബട്ട് ഓക്കെ, സിർസി വെരി ഹാപ്പി ഫോർ ഹിം ടു ഗെറ്റ് ദാറ്റ് ഗോൾ. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേസൺ മൗണ്ടിൻ്റെ കിട്ടിലെ ഒരു ഫ്രീ കിക്ക് ജസ്റ്റ് ബ്രൂണോ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു. നല്ലൊരു ക്ലെവർ പ്ലേ ആയിരുന്നു, നല്ല ഷോട്ട്. അതും തൊപ്പി വെച്ച ഹെൻഡേഴ്സനെ ബീറ്റ് ചെയ്തു. അപ്പം അതെല്ലാം കഴിഞ്ഞ് 2-1 ആയി. അപ്പം ഫ്രം നോവെയർ നമ്മൾ 2 ഗോൾ അടിച്ചു. പിന്നെ നമ്മൾ നല്ല രീതിക്ക് ഗെയിം മാനേജ് ചെയ്തു. അവർ ഏകദേശം വിട്ടമട്ടായിരുന്നു. പക്ഷേ ദർ വാസ് നോ ക്ലിയർ ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് വി ക്രിയേറ്റഡ്. അത്ര ത്രെട്ടായിട്ടുള്ള രീതിയിലുള്ള അങ്ങനെയൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിക്കും നമുക്ക് ഇപ്പോഴും കൺസേൺ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ മെയിൻലി ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂണോ ഫെർണാൻഡസ് ഈസ് നൗ ദ 4th ഓൾ ടൈം ലീഡിംഗ് അസിസ്റ്റ് സ്കോറർ ഇൻ പ്രീമിയർ ലീഗ് ഫോർ യുണൈറ്റഡ്. അത് ഗിഗ്സിനും ബെക്കാമിനും റോണിക്കും താഴെയാണ്. പോൾ സ്കോൾസിനെ വെട്ടിച്ച് മേലെ കയറിയിരിക്കുകയാണ്. അത് ഈസ് എ വെരി വെരി ബിഗ് അച്ചീവ്മെൻറ്റ് ഗിവൺ ദ എമൗണ്ട് ഓഫ് ഗെയിംസ് ഹി പ്ലേഡ്. വെരി വെരി ബിഗ് അച്ചീവ്മെൻറ്റ്. അതൊരു ട്രൂ ലെജൻഡറി സ്റ്റാറ്റാണത്. ഇപ്പം കൂടെയുള്ള കമ്പനീസ് നോക്കിയാൽ തന്നെ അറിയാം, ട്രൂ ലെജൻഡറി സ്റ്റാറ്റാണ്. പിന്നെ എത്രമാത്രം അയാൾ ക്രിയേറ്റ് ചെയ്ത് ഫ്രണ്ടിൽ ആരൊക്കെ കളിച്ചതെന്ന് കൂടെ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. അതൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ മേ ബി ഇനിയും ബെറ്റർ ആയേനെ. ബട്ട് ബ്രൂണോ ഫെർണാണ്ടസ് ഈസ് റിയലി എ ലെജൻഡ്. ഇന്നലെ മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിൽ എനിക്കറിയില്ല, മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിൽ അയാളൊരു അറ്റാക്ക്മെൻ്റാണ്. അയാളെ ഈ പിവറ്റിൽ ഇട്ടിട്ട് അയാൾക്ക് തെറി മേടിച്ച് കൊടുക്കുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. ആക്ച്വലി ഒരു നമ്പർ 10 ആയിട്ടുള്ള വേൾഡ് ക്ലാസ് പ്ലെയറാണ്. ഹാപ്പി ടു സീ ദാറ്റ് ഹീ ഈസ് വൺ അമംഗ് ദ ഗ്രേറ്റസ്റ്റ് അസിസ്റ്റ് പ്രൊവൈഡേഴ്സ് ഇൻ മാൻ യുണൈറ്റഡ്. അപ്പം അതിന് വലിയൊരു കാര്യം. ബ്രൂണോനെ ഞാൻ എടുത്തെടുത്ത് തന്നെ പറയും, ബിക്കോസ് ഹീ ഈസ് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് സ്റ്റിക്സ്. അത് അയാളുടെ അല്ലാത്ത കാരണത്തിലാണ് സ്റ്റിക്ക്. ഞാനൊന്നും പറയുന്നില്ല. അതായത് മിഡ്ഫീൽഡിൽ ബ്രൂണോ കളിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല ഈ പിവറ്റിൽ. പക്ഷേ അയാളെടുത്ത് പറയുന്നു കളിക്കാൻ, അയാളെടുത്ത് കളിക്കുന്നു. സ്റ്റിൽ ഹീ ഈസ് അറ്റ്ലീസ്റ്റ് പുട്ടിങ് നമ്പേഴ്സ്. പ്രശ്നങ്ങളുണ്ടാവാം, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ ഫോർ വാട്ട് ബ്രൂണോ ആസ് എ പ്ലെയർ ഈസ്, റിഗാർഡ്ലെസ് ഓഫ് വെയർ ഹി പ്ലേസ് റൈറ്റ് നൗ, അബ്സല്യൂട്ട്ലി എ ഫാന്റാസ്റ്റിക് പ്ലെയർ, എ ട്രൂ ലെജൻഡ് ഫോർ യുണൈറ്റഡ്. അതിന് ഞാൻ എടുത്ത് തന്നെ പറയുന്നു, കൺഗ്രാറ്റ്സ് ടു ബ്രൂണോ ഫെർണാണ്ടസ്. പിന്നെ ഇനി മെയിൻലി കമ്മിങ് ടു അമോറിം ഒരു പ്രസ് കോൺഫറൻസിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു കളി സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു കളിയിൽ സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, ജയിക്കുന്നു. അടുത്ത കളിയിൽ നമ്മൾ ജയിക്കുന്നില്ല. അതിൻ്റെ അടുത്ത കളി വീണ്ടും വർക്ക് ചെയ്യുന്നു, ജയിക്കുന്നു. അപ്പോൾ ഇത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണോ, നിങ്ങൾ തന്നെ ആലോചിക്കുക എന്നുള്ള രീതിയിൽ അമോറിം പറയുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് മറ്റേ CID മൂസയിൽ ദിലീപ് പറയുമല്ലോ, വെടിവെക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഹരീഷ് റഷോൻ്റെ ഡയലോഗുണ്ട്, ഈ വെടി കൊള്ളാനുള്ളവൻ അതേ ഹൈറ്റിൽ അനങ്ങാതെ നിന്ന് തരുമോ എന്നുള്ള ചോദിക്കുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. അതായത് പുള്ളിയുടെ ടാക്ടിക്സ് ഒന്നും മാറത്തില്ല. അത് പുള്ളി പറഞ്ഞാൽ തന്നെ ഉത്തരവുണ്ട്. ഒരു ടീമിൻ്റെ കൂടെ ഒരു ടാക്ടിക്സിൻ്റെ കൂടെ ഇയാളുടെ ടാക്ടിക്സ് വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റയാളുടെ വർക്ക് ചെയ്യുന്നില്ല. ക്ലിയർലി ആണത്. ഇപ്പം കഴിഞ്ഞ കളിയിൽ തന്നെ എവർട്ടണുമായിട്ടുള്ള കേസിൽ ഇപ്പം അയാളുടെ 3-4-3 ആണ് അയാളുടെ പൊന്നോമന ഫോർമേഷൻ, എന്താണെന്ന് വെച്ചാൽ കളിച്ചോട്ടെ. പക്ഷേ ഒരാൾ അഡ്വാൻറ്റേജ് നിൽക്കുമ്പോൾ അത് യൂസ് ചെയ്യാൻ പോലും ഫസ്റ്റ് ഹാഫിലൊക്കെ സൈലൻ്റ് ആയിരുന്നു. ഒരു മാറ്റവും ഞാൻ കാണുന്നില്ലായിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് ഒരു എക്സ്ട്രാ അറ്റാക്കറിനെ ഇട്ടത്. ബട്ട് സ്റ്റിൽ എനിക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇത്രയ്ക്ക് അഡമൻ്റായിട്ട് അതിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ഫ്ലെക്സിബിൾ ആയേ പറ്റുള്ളൂ. ഈവൻ ക്രിസ്റ്റൽ പാലസിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇത്രമാത്രം അയാൾ ഔട്ട് പ്ലേ ചെയ്യുന്നുണ്ട് വേറൊരു മാനേജർ വന്നിട്ട്. അപ്പോൾ ഇയാൾക്ക് അതിനെന്താണ് ഉത്തരം എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ചിലയിടത്ത് വർക്കാവും, ചിലയിടത്ത് വർക്കാവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലായിടത്തും വർക്ക് ആക്കിപ്പിക്കണം. അതാണ് ഒരു മാനേജർ ചെയ്യേണ്ടത്. അതും എലീറ്റ് ക്ലബ്ബായ യുണൈറ്റഡിൽ പോലുള്ള ഒരു മാനേജർ ഫ്ലെക്സിബിൾ ആവണം, മാറ്റുകയും ചെയ്യണം. എവർട്ടൻ്റെ കൂടെ ഒന്നും ചെയ്തിട്ടില്ല. 10 മാൻ അഡ്വാൻറ്റേജ് ഞാൻ ജന്മത്ത് കണ്ടിട്ടില്ല. ഒരു മാൻ അഡ്വാൻറ്റേജ് എനിക്ക് ആ 90 മിനിറ്റിലും തോന്നിയിട്ടില്ല. 11 vs 11 ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊക്കെ അമോറിമിൻ്റെ തലയിലാണ്. ബട്ട് ഹീ സംഹൗ ഗോട്ട് എ പോയിന്റ് ഇൻ. നമ്മുടെ ഇപ്പം 5 കൊല്ലത്തിന് ശേഷം നമ്മളവിടെ ജയിച്ചു.
പിന്നെ ക്രിസ്റ്റൽ പാലസിനെതിരെ പലരും സ്ട്രഗിൾ ചെയ്യിടത്തും ജയിച്ചു എന്നൊക്കെ ഉള്ളത് വെരി പോസിറ്റീവാണ്. ഞാൻ നെഗറ്റീവ് പറയുന്നില്ല, പോസിറ്റീവാണ്, നമ്മുടെ മെൻറ്റാലിറ്റിക്ക് പോസിറ്റീവാണ്, അതൊക്കെയാണ്. ബട്ട് ഐ ഹാവ് സ്റ്റിൽ കൺസേൺസ് അബൌട്ട് അമോറിം ഡൂയിങ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. അത് എവിടെ വരെ പോകുമെന്നറിയാം. അയാളുടെ ഫോർമേഷന് പറ്റിയ പ്ലെയേഴ്സ് ഇപ്പോഴും ഇവിടെ ഇല്ല എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. എന്നാലും അയാൾ അതിൽ സ്റ്റിക്ക് ചെയ്തോട്ടെ. പക്ഷേ സിസ്റ്റത്തിന് പ്രശ്നമില്ലെന്നോ സിസ്റ്റം ഫുൾ പ്രൂഫാണെന്നോ ഒന്നും പറഞ്ഞ് നിൽക്കരുത്. അപ്പം നിങ്ങളുടെ ഒരു പ്രാവശ്യം വർക്ക് ചെയ്തു, രണ്ടാമത് വർക്ക് ചെയ്തില്ലെങ്കിൽ അതിനർത്ഥം സിസ്റ്റത്തിന് പ്രശ്നമുണ്ട്. അറ്റ്ലീസ്റ്റ് ഒപ്പോണൻസിനെ വെച്ച് സിസ്റ്റത്തിൽ കുറച്ച് ട്വീക്സ് വരുത്തുക, അല്ലെങ്കിൽ ഇൻ ഗെയിമിൽ തന്നെ ട്വീക്സ് വരുത്തുക, അത്രേ ഉള്ളൂ. അത് ചെയ്യാത്രത്തോളം നമ്മൾ സഫർ ചെയ്യും, അതാണ് പ്രശ്നം. അപ്പം ഇനി വരാൻ പോകുന്നത് വൂൾസും വെസ്റ്റ് ഹാമും ആണ്. രണ്ടും ലോ ബ്ലോക്സ് കളിക്കുന്ന ടീംസാണ്. ഇപ്പോൾ വെസ്റ്റ് ഹാം അത്ര അല്ലെങ്കിൽ പോലും വൂൾസ് ആണെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ നിന്ന് പോയിന്റ്സ് ചുമ്മാ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നേ ഉള്ളൂ. എനിക്കിപ്പം ആക്ച്വലി ആ കുഞ്ഞു കുഞ്ഞു ടീംസിൻ്റെ കൂടെയുള്ള കളികളാണ് ഏറ്റവും ടഫായിട്ട് അമോറിമിന് വരുന്നതായിട്ട് തോന്നുന്നത്. ബിക്കോസ് വെൻ എവർ വി ഹാവ് പൊസഷൻ നമുക്ക് ഭയങ്കര അത് സ്റ്റാറ്റും ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എപ്പോൾ പൊസഷൻ ഉണ്ടോ നമുക്ക് അത് വെച്ച് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതേസമയം നമ്മൾ മറ്റേ പഴയ പരിപാടി തന്നെ ചെയ്യുന്ന എന്താ പറയുക, നമ്മുടെ കയ്യിൽ ബോളില്ല, അവർ കൗണ്ടർ അടിക്കാനാണെങ്കിൽ നമ്മൾ കിട്ടില്ല ടീമാണ്, നല്ല സെറ്റപ്പ് ടീമാണ്, നമുക്ക് ബോളൊന്നും വേണ്ട, പക്ഷേ നമുക്ക് നല്ല രീതിയിൽ കൗണ്ടറൊക്കെ അടിച്ച് 2 ഗോളൊക്കെ അടിക്കാൻ നമുക്ക് ഇപ്പോഴും പറ്റും. അത് ഒല്ലേടെ കാലം തൊട്ട് നമ്മൾ ഒരു കൗണ്ടർ ബേസ്ഡ് ടീമാണ് ശരി. പക്ഷേ നമ്മൾ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ മറ്റേതാണ്, ബ്യൂട്ടിഫുൾ ഫുട്ബോൾ തന്നെ കളിക്കണം എന്നൊക്കെ പറഞ്ഞു നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു ആഗ്രഹവും വാശിയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. സ്റ്റിൽ ഐ തിങ്ക് കൗണ്ടറിന് പറ്റിയൊരു ടീം തന്നെയാണ് യുണൈറ്റഡ്. മാറി മാറി വരുന്നുണ്ട്, അതൊക്കെ പൊസിഷൻ ബേസ്ഡ് ആവാനൊക്കെ നോക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നത് കൗണ്ടറിലും നമ്മളെ കയ്യിൽ ബോൾ ഇല്ലാത്തപ്പോഴാണ് വി പെർഫോം ബെറ്റർ. അപ്പോൾ അതൊക്കെ തന്നെ പറയാനുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത മാച്ചിന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ.